വടക്കൻ ഗസയിലെ ജബാലിയിൽ ഒരു സ്കൂൾ ഉണ്ടായിരുന്നു, ഷാദിയ സ്കൂൾ. പുതുതലമുറയ്ക്ക് വിദ്യാർത്ഥി സമൂഹത്തിന് അറിവിൻ്റെ ആദ്യാക്ഷരം പകർന്നു കൊടുക്കുന്ന ഇടമല്ല ഇന്ന് ഷാദിയ സ്കൂൾ. സമയാസമയങ്ങളിൽ സ്കൂളുകളിൽ മണി മുഴങ്ങുന്നില്ല. പകരം സ്കൂൾ പരിസരങ്ങളിലെങ്ങും ഇസ്രായേലി സൈന്യം മുഴക്കുന്ന ഗസക്കാരുടെ മരണമണി. റോക്കറ്റ് ആക്രമണ മുന്നറിയിപ്പുമായി സൈറൺ ശബ്ദം, മൃത്യുവിൻ്റെ മുന്നറിയിപ്പ്. 2023 ഒക്ടോബർ 7 ശേഷം ഷാദിയ സ്കൂളല്ല, ജബാലിയ അഭയാർത്ഥി ക്യാമ്പ്. ഇസ്രായേൽ സൈന്യത്തിൻ്റെ കിരാതവാഴ്ചയുടെ നിരവധി അവശേഷിപ്പുകളിലൊന്നു മാത്രമാണിന്ന് ഷാദിയ സ്കൂൾ. ഇസ്രായേലിൻ്റെ തുരുതുര റോക്കറ്റ് ആക്രമണങ്ങളിൽ ഗാസക്കാരുടെ കുടികൾ നിലംപൊത്തി. ഗസ ജനത പാടെ നിരാലംബരാക്കപ്പെട്ടു. ആത്മരക്ഷാർത്ഥം ഒരു പറ്റം ഗസക്കാരെത്തിപ്പെട്ടതാകട്ടെ ജബാലിയയിൽ അഭയ കേന്ദ്രമായി മാറിയ ഷാദിയ സ്കൂളിൽ. അഭയ കേന്ദ്രത്തിലെത്തിപ്പെട്ട യൂസഫ് ഖലീലിന് ലോകത്തോട് ചിലത് വിളിച്ചു പറയാനുണ്ട്. ഒരു മുത്തച്ഛനാണ് യൂസഫ് ഖലീൽ. ആശ്രയമെന്ന് കരുതപ്പെട്ട ഷാദിയ സ്കൂളിൽ വെച്ച് തനിക്ക് നേരിടേണ്ടി വന്ന തീർത്തും ഹൃദയഭേദകമായ അനുഭവമാണ് ഖലീലിന് പങ്കുവയ്ക്കാനുള്ളത്. ഗസയിൽ അഭയകേന്ദ്രമായി മാറിയ ഷാദിയ സ്കൂളിൽ യൂസഫ് ഖലീൽ ഉറങ്ങുകയായിരുന്നു. സമീപത്ത് ഖലീലിൻ്റെ കൊച്ചുമക്കളടക്കമുള്ള കുടുംബവും. നനച്ചിരിക്കാതെ അഭയകേന്ദ്രത്തിൽ ഇസ്രായേലി സൈനികർ ഇരച്ചുകയറി. അവർ തുരുതുര വെടിയുതിർത്തി. ഉറങ്ങിക്കിടന്നിരുന്ന ഖലീൽ ഞെട്ടിയുണർന്നു. കൺമുന്നിൽ കുട്ടികളേത് ഉൾപ്പെടെ 9 ശവശരീരങ്ങൾ. ഇസ്രായേലി പട്ടാളക്കാരുടെ തോക്കിന് ഇരയായവർ. സ്കൂൾ ചുമരിൽ ചീന്തിയ ചോരപ്പാടുകൾ. യുദ്ധമുന്നണിയിൽ പ്രത്യേകിച്ചും സാധാരണ ജനങ്ങളോട് പാലിക്കേണ്ട മൗലികമായ മര്യാദകളെ ഇസ്രായേൽ അപ്പാടെ തൃണവൽക്കരിക്കുന്നുവെന്ന ദൈന്യതയാർന്ന നിരവധി ദൃഷ്ടാന്തങ്ങളിലൊന്ന് മാത്രമാണിത്. വടക്കൻ ഗസയിലെ ജബാലിയ അഭയാർത്ഥി ക്യാമ്പിലെ ഷാദിയ സ്കൂളിൽ ഡിസംബർ ആദ്യമാണ് കൊച്ചുമക്കളടങ്ങുന്ന കുടുംബത്തോടൊപ്പം ഖലീൽ അഭയം പ്രാപിച്ചത്. അതിതീവ്ര പോരാട്ടങ്ങൾക്ക് ശേഷം സാക്ഷ്യം വഹിച്ച പ്രദേശങ്ങളിലൊന്നാണ് ജബാലിയ. ഒക്ടോബർ മുതൽ സാധാരണ ജനങ്ങളോട് ഈ മേഖലയിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ ആവശ്യപ്പെട്ടിരുന്നു. ഞാൻ ഉറങ്ങുകയായിരുന്നു. ചെറുപ്പക്കാർ ഉറങ്ങുകയായിരുന്നില്ല. 2 സൈനികർ പ്രവേശിച്ചു, വെടിവെച്ചു. അവർ എൻ്റെ മക്കളും പേരക്കുട്ടികളുമാണ്. എന്തിനാണ് അവരെ എൻ്റെ കൺമുന്നിൽ വെച്ച് വെടിവെച്ചത്? ഖലീലിൻ്റെ വാക്കുകളിങ്ങനെ. സൈനികർ ചുറ്റും വെടിവെക്കാൻ തുടങ്ങി. വെടിയൊച്ച നിലച്ചു. ഞാൻ പതുക്കെ നീങ്ങുവാൻ തുടങ്ങി. എങ്ങോട്ടെന്ന് അവരുടെ ചോദ്യം. നിങ്ങളുടെ വെടിയേറ്റ എൻ്റെ കുട്ടികളെ എനിക്ക് കാണണം. ഇല്ല, അവരത് അനുവദിച്ചില്ല, ഖലീൽ വിവരിച്ചു. ജബാലിയയിൽ ഇസ്രായേൽ സൈന്യത്തിൻ്റെ തെരച്ചിലിനിടെയാണ് അഭയ കേന്ദ്രത്തിൽ വെച്ച് ഖലീലിൻ്റെ ഉറ്റവരുടെ ജീവനെടുക്കപ്പെട്ടത്. പട്ടാളക്കാരുടെ തോക്കിനിരയായതാകാതെ അതിജീവിച്ചവരിൽ ചിലർ തടവിലാക്കപ്പെട്ടു. മറ്റു ചിലരാകട്ടെ സംഭവസ്ഥലത്തു നിന്ന് ആത്മരക്ഷാർത്ഥം ഓടിപ്പോയി. ഒരാഴ്ചയ്ക്ക് ശേഷം രക്ഷപ്പെട്ടവർ തിരിച്ചെത്തി. ഉറ്റവരുടെ ജീർണാവസ്ഥയിലായ മൃതദേഹങ്ങൾ അവിടെ തന്നെ ചിന്നി ചിതറിക്കിടക്കുന്ന അത്യന്തം നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചയാണ് തിരിച്ചെത്തിയവർ കണ്ടത്. ചുറ്റിലും വെടിയുണ്ടകൾ തീർത്ത കുഴികൾ, തറയിൽ ചോരപ്പാടുകൾ. ഇസ്രായേൽ പട്ടാളക്കാരുടെ തേർവാഴ്ചയ്ക്ക് വേദിയായ അഭയാർത്ഥി ക്യാമ്പിലെ കരളലിയിപ്പിക്കുന്ന ദൃശ്യങ്ങൾ 2023 ഡിസംബർ 13-നും 15 വരെ റോയിട്ടേഴ്സ് സംഘം ക്യാമറയിൽ പകർത്തി. തകർത്തു തരിപ്പണമാക്കപ്പെട്ട ക്ലാസ് മുറികൾ, ജീർണിക്കുവാൻ തുടങ്ങിയ മൃതദേഹങ്ങൾ, രക്തം പുരണ്ട കിടക്കകൾ, വെടിയുണ്ടകൾ, രക്തക്കറകൾ എല്ലാം റോയിട്ടേഴ്സ് ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിച്ചു. ഒക്ടോബർ 7-നായിരുന്നു ഇസ്രായേലിൽ ഹമാസിൻ്റെ ആക്രമണം. 1200 ഇസ്രായേലികൾ കൊല്ലപ്പെട്ടു. 240 ഇസ്രായേലികൾ ബന്ദികളാക്കപ്പെട്ടു. പിന്നീട് കണ്ടത് ഹമാസിനെതിരെയുള്ള ഇസ്രായേലിൻ്റെ യുദ്ധപ്രഖ്യാപനം. ഹമാസിനെ തുരത്തുന്നതിനായി ഗാസയിൽ ഇസ്രായേലിൻ്റെ ബോംബാക്രമണങ്ങളുടെ പെരുമഴ. ഇതും പോരാഞ്ഞിട്ട് ഇസ്രായേലി പട്ടാളം യുദ്ധമുഖത്തെത്തി സാധാരണക്കാരെ നിഷ്കരുണം വെടിവെച്ചു കൊന്നു. ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളും സ്ത്രീകളും അടങ്ങുന്ന സാധാരണക്കാരുടെ ജീവനെടുക്കപ്പെടാൻ തുടങ്ങി. പൊടുന്നനെ ഗസ നഗരം അക്ഷരാർത്ഥത്തിൽ പ്രേതഭൂമിയായി. രാജ്യാന്തര യുദ്ധ മര്യാദാ വ്യവസ്ഥകൾ കാറ്റിൽ പറത്തി ഇസ്രായേൽ. ഗസ ജനതയുടെ ജീവൻ കവർന്നെടുക്കുന്നതിനായുള്ള ഇസ്രായേലി തേർവാഴ്ച. അതിനെതിരെ വ്യാപകമായ അന്താരാഷ്ട്ര വിമർശനങ്ങൾ ഉയരാതിരിക്കുന്നില്ല. അതൊന്നും പക്ഷേ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ നേതൃത്വത്തിലുള്ള അതിതീവ്ര വലതുപക്ഷ സഖ്യ സർക്കാർ മുഖവിലക്കെടുക്കുന്നതേയില്ല. ഹമാസ് നിയന്ത്രിത ഗാസയിലെ പാലസ്തീൻ ആരോഗ്യ പ്രവർത്തകർ ഏകദേശം 20,000 പേർ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ബോംബാക്രമണത്തിലേറെയും മരണങ്ങൾ.
ഇസ്രായേലിൻ്റെ റോക്കറ്റുകൾ തകർത്ത് തരിപ്പണമാക്കിയ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ പെട്ടുപോയ മൃതദേഹങ്ങൾക്ക് കണക്കില്ല. പുറത്തെടുക്കുവാനാകാത്ത വിധം അവശിഷ്ടങ്ങൾക്കിടയിൽപ്പെട്ടവർ, യുദ്ധമരണ പട്ടികയിൽ ഉൾപ്പെടാതെ പോകുന്ന ഖേദകരമായ അവസ്ഥ. ബോംബാക്രമണത്തിൽ സാധാരണക്കാരുടെ മരണം ഒഴിവാക്കാൻ ശ്രമിക്കുന്നതായി ഇസ്രായേൽ പറയുന്നുണ്ട്. ഹമാസ് സാധാരണ ഗാസക്കാർക്കിടയിൽ ഒളിച്ചിരിക്കുന്നു. സാധാരണ ജനങ്ങളെ കവചമാക്കി സ്കൂളുകളിലും ആശുപത്രികളിലും ഹമാസ് പോരാളികൾ നിലയുറപ്പിച്ചിരിക്കുന്നു. ഇതുകൊണ്ടാണ് ഹമാസ് പോരാളികളെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങളിൽ സാധാരണക്കാർ കൂടി കൊല്ലപ്പെടുന്നതെന്ന വാദത്തിലാണ് ഇസ്രായേലി ഭരണകൂടം. ഹമാസ് ഇത് പക്ഷേ നിഷേധിക്കുന്നുണ്ട്. ഇസ്രായേൽ പൗരന്മാർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഗസയിൽ എണ്ണമറ്റ സാധാരണക്കാരുടെ ജീവനെടുക്കപ്പെട്ടു. യുദ്ധത്തിൽ സങ്കോചമേതുമില്ലാതെ കൂട്ടത്തോടെ സാധാരണക്കാരുടെ ജീവനെടുക്കപ്പെടുന്നത് തുടരുകയാണ്. ഇക്കാര്യത്തിൽ പക്ഷേ ശ്രദ്ധ പതിയുന്നതേയില്ല, ഗൗരവമേറിയ അന്വേഷണവുമില്ല.